ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം വായിക്കുന്നു. മർക്കോസ് 1:41. യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു. പ്രിയരെ, ഈ തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ അത്ഭുതമാണ്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ വന്നപ്പോൾ ബലമുള്ള കരങ്ങളിൽ താങ്ങി വഴി നടത്തിയ ദൈവത്തിൻ്റെ കൃപ വലുതാണ്. ഈ വായിച്ചു കേട്ട വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു. തിരുവചനം നമ്മൾ വായിക്കുമ്പോഴറിയാം, നമ്മുടെ കർത്താവ് മനസ്സലിവിൻ്റെ മഹാദൈവമാണെന്ന്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശുവിന് ചുറ്റും സമൂഹത്താൽ തള്ളപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരും ന്യായപ്രമാണപ്രകാരം ശാപത്താൽ പിടിക്കപ്പെട്ടവരുമായ ഒരു കൂട്ടം പേർ എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്നു. യാതൊരു വിധമായ കാര്യങ്ങളും പറഞ്ഞ് അതിൽ ഒരാളെ പോലും ആഗ്രഹത്തോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനയോടെ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന ഒരാളെ പോലും യേശു കൈവിട്ടില്ല എന്ന് തിരുവചനം എഴുതിയിരിക്കുകയാണ്. മാത്രമല്ല, യേശു ഏതവസ്ഥയിലും ഇരുന്നവരോട് മനസ്സലിവ് കാണിച്ചു. പ്രിയരെ, നിങ്ങളോട് മനസ്സലിയേണ്ടതിന് നിങ്ങളുടെ രക്തബന്ധങ്ങൾ പോലും നിങ്ങളുടെ മുൻപിലില്ലെങ്കിൽ ഈ 2025 ക്രൂരമായി ഇടപെട്ടവരുടെ മുഖങ്ങൾ മറക്കാൻ കഴിയാതെ മനസ്സിനകത്ത് ഭാരമായിട്ടുണ്ടെങ്കിൽ, പലയിടങ്ങളിലും മനസ്സലിവിന് പകരം തിരസ്കരണങ്ങളാണ് ഏറ്റുവാങ്ങിയതെങ്കിൽ, ഈ രാവിലെ തിരുവചനം പറയുന്നു, നമ്മുടെ കർത്താവ് ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും നമ്മോട് മനസ്സലിയുന്നവനാണ്. ആമേൻ. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് യേശു മനസ്സലിഞ്ഞെന്ന്. നിങ്ങൾക്കറിയാമോ, എത്രയോ പ്രാവശ്യമാണ് ദൈവവചനത്തിനകത്ത് യേശുവിന് ജനത്തോട് മനസ്സലിവ് തോന്നിയത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിശ്ചയമായിട്ടും ഇന്ന് പ്രഭാതത്തിലും ആരും കരുണ കാണിച്ചില്ലെങ്കിലും, ആർക്കും മനസ്സലിവ് തോന്നിയില്ല എങ്കിലും, നമ്മുടെ ഭാരമേറിയ വിഷയങ്ങളുമായി ദൈവസന്നിധിയോട് നാം അടുത്തു ചെല്ലുമ്പോൾ നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന മഹാദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത്. യേശു നമുക്ക് വേണ്ടി മനസ്സലിഞ്ഞാൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനിടയായിത്തീരും. എവിടെയെല്ലാം യേശു മനസ്സലിഞ്ഞോ അവിടെയെല്ലാം വലിയ അത്ഭുതങ്ങൾ നടന്നതായി ദൈവവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ലോകം മുഴുവനും കരുണയില്ലാതെ ദയയില്ലാതെ ക്രൂരമായി ഇടപെട്ടാലും നമ്മോട് മനസ്സലിയുന്ന ഒരു മഹാദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു മനസ്സലിഞ്ഞു. ആമേൻ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ മനസ്സലിവ് വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. രണ്ടാമത് എഴുതിയിരിക്കുന്നു, കൈനീട്ടി അവനെ തൊട്ടു. ആമേൻ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, 40 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്നു മുട്ടുകുത്തി.
നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശുവിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ന്യായപ്രമാണം ശാപമെന്ന് പറഞ്ഞ് പുരോഹിതൻ പാളയത്തിന് പുറത്ത് പാർക്കേണ്ടതിന് വിധിച്ച പഴയ നിയമത്തിനകത്ത് ശാപത്തിന് കാരണമായി കടന്നു വരുന്ന കുഷ്ഠരോഗത്തിൻ്റെ പ്രതിനിധിയാണ് യേശുവിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ജനം ഇവനെ കാണുമ്പോൾ ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് പുറകിലോട്ട് മാറും. എന്നാണോ കുഷ്ഠരോഗം ഇവന്റെ ജീവിതത്തിൽ തലപൊക്കിയത് അല്ലെങ്കിൽ ഉണ്ട് എന്ന് സമൂഹം അറിഞ്ഞത്, അന്ന് ഒറ്റപ്പെടുവാനിടയായി തീർന്നു. നാളുകൾ കൊണ്ട് മനുഷ്യരുടെ സ്പർശനം അനുഭവിച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ, ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വരുവാൻ കഴിയാതെ അമ്പേ തകർന്നു പോയൊരു മനുഷ്യൻ, ന്യായപ്രമാണപ്രകാരം ഉത്സവങ്ങളിലും ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പള്ളികളിലും ഒന്നും എത്തിച്ചേരുവാൻ അവസരമില്ലാതിരുന്ന മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. പ്രിയരെ, എത്ര ശാപം പിടിച്ച വിഷയങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നാലും അതിനകത്ത് അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളതാണ് സത്യം. ഈ മനുഷ്യനോട് ചോദിച്ചാൽ ഒരുപാട് വേദനയുടെ അനുഭവങ്ങൾ ഇവന് പറയുവാനായി കാണും. തിരസ്കരണങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇവന്റെ മുൻപിൽ കാണും. കണ്ടിട്ട് മുഖം തിരിച്ച് നടന്നുപോയവർ, വീട്ടിൽ കയറ്റാതിരുന്നവർ, ഭയപ്പെട്ട് പുറകിലോട്ട് മാറിയവർ, ആ കൂട്ടത്തിൽ അവൻ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവരും രക്തബന്ധങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആമേൻ. ഇവൻ യേശുവിൻ്റെ അടുക്കലെത്തി. പ്രിയരെ, അത് തന്നെ അത്ഭുതമാണ് യേശുവിൻ്റെ അടുക്കൽ എത്തുക എന്നുള്ളത്. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ വെറുതെ പോയി എന്നുള്ളതല്ല. അവൻ മുട്ടുകുത്തി യേശുവിനോട് പറയുകയാണ്, എന്നെ ശുദ്ധമാക്കുവാൻ നിനക്ക് കഴിയും. യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിക്കുകയാണ്. യേശുവേ, ഞാൻ അശുദ്ധനാണെന്ന് മുഴു ലോകവും വിധിയെഴുതി തള്ളിയാലും എൻ്റെ ജീവിതത്തിൽ കടന്നുകൂടിയ ഈ കുഷ്ഠരോഗമെന്ന് പറയുന്ന അശുദ്ധിയെ ശുദ്ധമാക്കുവാൻ നിനക്ക് കഴിയും. അവൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിക്കുകയാണ്. യേശുവിനോട് തൻ്റെ ആവശ്യം അവൻ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെയും വിശ്വാസം പ്രഖ്യാപിച്ചാൽ, വിശ്വാസം ഏറ്റുപറഞ്ഞാൽ പ്രതികൂലങ്ങൾ പതുക്കെ പതുക്കെ മാറുവാനായി തുടങ്ങും. യേശു അവൻ്റെ ഡീറ്റെയിൽസിലോട്ട്, ഈ രോഗത്തിൻ്റെ പഴക്കത്തിലോട്ട്, അവൻ്റെ ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ഇതൊന്നും യേശു ചോദിക്കുന്നില്ല. അവൻ്റെ കണ്ണുനീരോടെയുള്ള അപേക്ഷ കേട്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു. പ്രിയരെ, വലിയ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുൻപിൽ ആർത്തരായിട്ടായിരിക്കാം ഈ രാവിലെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ഒരു മനുഷ്യർക്കും ഇടപെടുവാൻ കഴിയാത്ത നിലയിൽ കോംപ്ലിക്കേറ്റഡായ, മറിഞ്ഞ് തകരുന്ന വിഷയങ്ങൾക്കകത്തായിരിക്കാം നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു മനസ്സലിഞ്ഞു. അടുത്ത പദം, കൈനീട്ടി അവനെ തൊട്ടു. ആമേൻ. നാളുകൾ കൊണ്ട് മനുഷ്യ സ്പർശനം അനുഭവിക്കാത്തവനെ യേശു തൊടുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നാലും യേശു തൊടുന്ന പ്രഭാതമായി തീരും. യേശുവിൻ്റെ ഇടപെടലുകൾ വെളിപ്പെടുന്ന പ്രഭാതമായി തീരും. ദൈവപ്രവൃത്തി ആഴത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായി തീരും. ബൈബിൾ പറയുന്നു, ആമേൻ, അവനെ വിട്ട് കുഷ്ഠരോഗം മാറുവാനിടയായി തീർന്നു. അവന് ശുദ്ധി വന്നു. ചുരുക്കി പറഞ്ഞാൽ, യേശുവിൻ്റെ അടുക്കൽ വന്നതും അവൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ അവൻ്റെ വിടുതലിന് കാരണമായി തീർന്നു. ദൈവപുത്രൻ മനസ്സലിഞ്ഞ് അവനെ തൊട്ടു. മനസ്സലിഞ്ഞ് തൊടുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഭരമേൽപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നയ്യൻ പട്ടണത്തിൻ്റെ വാതിൽക്കൽ മഞ്ചത്തിൽ തൊടുന്ന യേശുവിൻ്റെ കരം.
ഇന്ന് പകൽ അത് വിടുതലായി തീരട്ടെ. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷയങ്ങളുടെ മീത് ദൈവശക്തി വ്യാപരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതം ചെയ്യും. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിശ്ചയമായിട്ടും പ്രഭാതമന്ന നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരും തിരുവചനം കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ.